Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. സാറിന് ഇപ്പോൾ ഈ സംവിധായകനാവണം കോളേജ് ഡേയ്സിൽ അല്ലെങ്കിൽ സിനിമയോടുള്ള ഒരു ക്രേസ്, അത് സാറിന് സംവിധായകനാവാനായിരുന്നു, അഭിനയിക്കാനായിട്ടാണ് ഞാൻ വന്നത്. സാറിന് അതായത് കോളേജ് ഡേയ്സിലൊക്കെ ഞാൻ അത്യാവശ്യം ആ സമയത്ത് എല്ലാരെയും പോലെ ഇങ്ങനെ ഒരു സിനിമാ പ്രാന്തൊക്കെ, പിന്നെ അതിലാണ് നമുക്ക് ഒരിക്കലും ഇതിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും എങ്ങനെയായിരുന്നു സാർ ആ ഒരു ഇതിലേക്ക്? ആക്ച്വലി ഞാന് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു 80s, ഞാൻ ഒരു 6ലോ 7ലോ എന്തോ പഠിക്കുന്ന സമയം തോന്നുന്നു. ആ സമയത്ത് ജയൻ അദ്ദേഹം മരിച്ച ടൈം ആയിരുന്നു. ഞങ്ങൾ ഉള്ളൂർ റോഡ് സൈഡിലെ ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ബോഡി കൊണ്ടുവന്ന ദിവസമാണ്. അപ്പം അന്ന് നമ്മളെ കൊച്ചു പ്രായത്തിൽ നമ്മൾ കാണുന്ന വെച്ചാൽ 2 സൈഡും ജനങ്ങളിങ്ങനെ നിരന്ന് നിന്ന് കരയുക. അപ്പം നമുക്ക് മനസ്സിലാവുന്നില്ല ഇതെന്തുകൊണ്ടാണ്. പിന്നെയാണ് ഈ ബോഡി പോകുന്നുണ്ട്, ഫ്രണ്ട് നമ്മൾ ഘോഷയാത്രയായിട്ട് കൊല്ലത്തേക്ക് കൊണ്ടുപോവാണ്, എയർപോർട്ടിൽ വന്നിട്ട് ഇവിടുന്ന് അങ്ങനെ കൊണ്ടുപോവാം. അപ്പം ഇതിൻ്റെ ഒരു സിറ്റുവേഷനൊക്കെ നമ്മൾ ആ കുട്ടിക്കാലത്ത് നമ്മളിങ്ങനെ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സിനിമാ നടൻ ഇത്രയും ആരാധകരോ. അപ്പം അത് പിറ്റേന്നും പത്രങ്ങളിലും എല്ലാം ഇങ്ങനെ വരുന്നത്. അപ്പം ഇതിങ്ങനെ നമ്മൾ കാണുമ്പോൾ ഈ സിനിമ എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു മാധ്യമത്തിനോടുള്ള ഒരു നമ്മുടെ ഒരു ഭ്രമം അവിടെ തൊട്ടാ കൂടിയെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ഒരു ഇഷ്ടം വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ താമസിച്ച വീടിന് തൊട്ടടുത്ത് തന്നെ അന്നത്തെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒരു വീടുണ്ട്, സ്ഥിരം ഷൂട്ടിങ്ങിന് കൊടുക്കുന്ന വീടാണ്. അപ്പൊ ഞാൻ സ്കൂളിൽ പോകാനൊക്കെ ഇറങ്ങും, അവിടെ ജനറേറ്റർ വണ്ടി ഉണ്ടെങ്കിൽ ആ വീട്ടിലാണ് ഇന്ന് നമ്മൾ മലയാളത്തിൽ പഴയ പല പടങ്ങളും ഷൂട്ട് ചെയ്തിട്ടുള്ള വീടാണ്. അങ്ങനെ ആ ഒരു ഇഷ്ടം ഇങ്ങനെ കൂടി ഞാനൊരു 10ാം ക്ലാസ് ആയപ്പം സ്കൂളിൽ കുറച്ച് പരിപാടികളൊക്കെ കാണുന്നു. അങ്ങനെ സ്കൂളിൽ നിന്ന് അതിൻ്റെ ഒരു അന്ന് ആരൊക്കെയാണെന്ന് അറിയില്ല, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുകാരോ വന്നിട്ട് കുറച്ച് കുട്ടികളെ അഭിനയിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അത് പെട്രോൾ പമ്പിന്റെ ബാക്കിലായിട്ട് ഒരു വീട്ടിലെ ഷൂട്ടിങ്, ബാലചന്ദ്ര മേനോന്റെ അച്ചുവേട്ടന്റെ വീട്. അതിലാണ് ഞാൻ ഫസ്റ്റ് സിനിമയിൽ അഭിനയിക്കുന്നത്. അത് വേണുചേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ട് ആ കാറ് മുഴുവൻ പൊടിയടിച്ച് കിടക്കുമ്പോ അടുത്ത വീട്ടിലെ പിള്ളേരൊക്കെ വന്ന് ആ കാറ് കേടാക്കുന്ന കുഞ്ഞ് നമ്മളൊന്ന് ശ്വാസം വിട്ടാൻ പോകുന്ന ഒരു കാര്യം. എന്നാലും നമ്മൾ ആദ്യമായിട്ട് അതെ. അപ്പൊ അത് പിന്നെ നമുക്കൊരു ക്രൈസായി. അന്ന് നമ്മുടെ സ്കൂളിൽ ഇതൊന്നും സ്ക്രീനിൽ കണ്ടിട്ടും എല്ലാം കേട്ടിട്ടും എന്നാലും സിനിമയിൽ അഭിനയിച്ച ആളെന്നുള്ള ഒരു ഭയങ്കര ഒരു അവിടെ വെച്ച് ആ ഓരോ ബന്ധങ്ങൾ ഉണ്ടാവുന്നതാണ്. ആ ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ചിട്ട് എനിക്ക് കോസ്റ്റ്യൂം എടുത്ത് തന്ന അസിസ്റ്റന്റ് ഡയറക്ടറാണ് വിജി തമ്പി സാറ്. മനസ്സിലായിരുന്നു. അപ്പൊ എനിക്കന്ന് ഒരു നിക്കറൊക്കെ എടുത്ത് തന്നത് ഇദ്ദേഹമാണ്. അപ്പൊ ഞാൻ പിന്നെ കോളേജ് വന്നു കഴിഞ്ഞപ്പോ ഒരിക്കൽ നാനയില് ഒരു ന്യൂസ് കണ്ടു, ഇദ്ദേഹം സിനിമാ സംവിധായകനാകുന്നു, വിജി തമ്പി സിനിമാ സംവിധായകൻ. അപ്പൊ എന്റെ മനസ്സിൽ പരിചയമുള്ള ഒരാള് സിനിമയിലേക്ക് വരും. പുള്ളി അന്വേഷിച്ച് നേരെ പാൽക്കുളങ്ങര പുള്ളിയുടെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പം പുള്ളിയെ കണ്ടു പറഞ്ഞാൽ ഇതുപോലെ അപ്പോൾ പുള്ളിക്ക് ഓർമ്മയുണ്ട്, എന്തെങ്കിലും വേഷം ഉണ്ടെങ്കിൽ തരണം, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് വിറ്റ്നസ്സിലൊരു വേഷം തന്നു. അങ്ങനെ കോളേജ് ടൈം ഇത് നമ്മൾ പറഞ്ഞു എല്ലാവരും ഈ പറയുന്ന പോലെ നമ്മൾ ചാൻസുകളും ഒക്കെ ചോദിച്ച് സിനിമകളുള്ള ഇഷ്ടം കൊണ്ട് ഇങ്ങനെ വന്നാ. പിന്നെ അത് ഞാൻ പതുക്കെ അത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ കോളേജ് കാലഘട്ടമൊക്കെ കഴിഞ്ഞപ്പോൾ സിനിമയിലിടയ്ക്കൊക്കെ ഇങ്ങനെ അഭിനയിക്കുകയൊക്കെ ചെയ്യുമെങ്കിൽ നമുക്കൊരു പ്രൊഫഷണലായിട്ട് നമ്മൾ ഒരു ജോലി വേണമെന്നൊക്കെ തോന്നുന്ന ഒരു അവസ്ഥ വരുമല്ലോ. സാറ്റിസ്ഫൈഡ് ആയില്ല. പിന്നെ നമുക്കൊരു ജോലി വേണം, വേറെ ഏതെങ്കിലും ജോലിക്ക് പോയാൽ ഇതിന്റെ ടച്ച് വിടുമെന്നൊക്കെ കരുതിയിട്ട് ഇവിടെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അങ്ങ് കൂടി.